ഹരിയാനയിലെ ഭിവാനി ഡിസ്ട്രിക്റ്റിലായിരുന്നു പ്രവീൺ യാദവ് എന്ന് പറയുന്ന ഒരു പയ്യൻ താമസിച്ചിരുന്നത്. ആളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ഒരുപാടധികം കഷ്ടപ്പാടുകളിലൂടെയും മറ്റുമൊക്കെ ആയിരുന്നു ആൾ കടന്നുപോയത്. അതായത് ആളുടെ അമ്മ വളരെ ചെറുപ്പത്തിലെ മരിക്കുകയാണ്. അതിനുശേഷം ആളുടെ അച്ഛനായിട്ടുള്ള സുഭാഷ് യാദവാണ് ആളെയും ആളുടെ 2 സഹോദരങ്ങളെയും വളർത്തി വലുതാക്കിയത്. അങ്ങനെ എല്ലാവരും വളർന്ന് വലുതായി ജോലിയൊക്കെ കിട്ടി ഓരോരോ സ്ഥലങ്ങളിൽ സെറ്റിലായി. അങ്ങനെ ഇരിക്കുകയാണ് 2015 ഈ പ്രവീൺ യാദവ് റവീണ റാവു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത്. ആ പെൺകുട്ടി ആ ടൈമിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടി കോളേജിലോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതിനിടയിൽ വെച്ചിട്ടാണ് ഈ പ്രവീൺ ആ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. പ്രവീൺ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ ജോലികളും മറ്റുമൊക്കെ ചെയ്യുക, അതേപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ആ ഒരു നാട്ടിൽ തന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സൗഹൃദത്തിലാവുകയാണ്. ആ ഒരു സൗഹൃദം പിന്നീട് പ്രണയമാവുകയും ചെയ്തു. ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും സെയിം വില്ലേജിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും തൻ്റെ പ്രണയം വീട്ടിൽ പറയാനും അതുപോലെ തന്നെ ഒരു റവീണയെ കല്യാണം കഴിക്കാനും പ്രവീൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ അച്ഛനായിട്ടുള്ള സുഭാഷിൻ്റെ അടുത്ത് ആളി ഒരു കാര്യം പറയുകയാണ്. എന്നാൽ അച്ഛൻ ആ ഒരു വിവാഹത്തെ എതിർക്കുകയായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലി നമുക്ക് പറ്റിയതല്ലെന്നും നീ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ നോക്കിക്കോ, വേണമെന്നുണ്ടെങ്കിൽ വിവാഹം ഞാൻ നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുകയാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടിയെയോ ആ ഒരു പ്രണയത്തെയോ മറക്കാൻ പ്രവീൺ തയ്യാറായിരുന്നില്ല. പിന്നെ തൻ്റെ അച്ഛനെ ധിക്കരിക്കാനും ആൾ തയ്യാറായിരുന്നില്ല. കാരണം ചെറുപ്പത്തിലേ തുടങ്ങി അത്രത്തോളം കഷ്ടപ്പാടുകളും മറ്റുമൊക്കെ സഹിച്ചിട്ടായിരുന്നു ആൾ തന്നെയും തൻ്റെ സഹോദരങ്ങളെയും വളർത്തിയെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ധാരണ ആൾക്കുണ്ടായിരുന്നു. സോ ഒളിച്ചോടി പോകാനൊന്നും ഈ ഒരു പ്രവീൺ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആൾ വെയിറ്റ് ചെയ്തു. ആൾ പേഷ്യൻസോട് കൂടിയിട്ടിരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2017 അവസാനം ഈ ഒരു പ്രവീണിൻ്റെ അച്ഛൻ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ പ്രവീൺ ഉണ്ട്, അതേപോലെ തന്നെ പ്രവീണിൻ്റെ അച്ഛനുണ്ട്, പിന്നെ ഇവരുണ്ട്. ബാക്കിയുള്ള 2 സഹോദരങ്ങളും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ 2019 ഇവർക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. മുകുൾ എന്നായിരുന്നു ആ ഒരു കുഞ്ഞിനിട്ട പേര്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഈ കുട്ടി സ്കൂളിലും മറ്റുമൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഈ ഒരു റവീണ റാവു ആകെപ്പാടെ ഒറ്റക്കാവാണ്. അതായത് ഇവരുടെ ഹസ്ബൻഡ് ആ ടൈമിൽ ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക രാവിലെ പോലെ വൈകുന്നേരം വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചില ദിവസം രാത്രി വരില്ല, ചിലപ്പോൾ 2 ദിവസവും 3 ദിവസവും കഴിഞ്ഞിട്ട് വരുള്ളൂ. അതായിരുന്നു ആളുടെ ഒരു വർക്ക് റൂട്ടീൻ. ഇവരുടെ അമ്മായച്ചൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കാറ്ററിങ്ങിൻ്റെ ബിസിനസ് ആയിരുന്നു. സോ ആൾ എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൈറ്റൊന്നും വരില്ല, ചിലപ്പോൾ 2 ദിവസം ആളും വരില്ല. അങ്ങനെയുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരുന്നു ഇവർ രണ്ടുപേരും. ഈ ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി രാവിലെ തന്നെ ക്ലാസ്സിലോട്ടും മറ്റൊക്കെ പോകുമല്ലോ. അതിനുശേഷം ഈ ഒരു റവീണ റാവു ഒറ്റക്കായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇവർ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് നമുക്കും ഇത്തരത്തിലുള്ള കണ്ടന്റും മറ്റും ഒക്കെ പോസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത ഇവരുടെ തലയിൽ വരികയാണ്. അങ്ങനെ ഇവർ എന്താ പറയുക വീഡിയോസും മറ്റുമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റും പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു. ആദ്യം ജസ്റ്റ് തമാശക്കൊക്കെ ആയിരുന്നു പോസ്റ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ചില വീഡിയോസ് നല്ല രീതിയിൽ വൈറലാവുകയാണ്. ഒരുപാടധികം ആളുകൾ കമൻറ്റ് ചെയ്യുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ അത് അവർക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇവർ ഡാൻസ് വീഡിയോസും അതേപോലെ തന്നെ ലിപ്സിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരുടെ ഭംഗിയെക്കുറിച്ചും അതേപോലെ തന്നെ ഇവരുടെ കഴിവിനെ കുറിച്ചൊക്കെ ഒരുപാടധികം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരികയാണ്. ഇത് ഇവർക്ക് ഒരു അഡ്രിനാലിൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെ ഇവർക്ക് പല പ്ലാറ്റ്ഫോമിൽ നിന്നും ലഭിക്കുകയായിരുന്നു. അതിനുശേഷം ചെറിയ ബ്രാൻഡുകളും മറ്റുമൊക്കെ ഇവരെ തേടിയെത്തി പല കൊമേഴ്ഷ്യൽസും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാനായിട്ട് തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരൊരു ഇൻഫ്ലുവൻസറായിട്ട് മാറുകയായിരുന്നു. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഏൺ ചെയ്യാനും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഇതുകൂടെ ആയപ്പോൾ അവർ നല്ല ഹാപ്പി ആവാണ്. തനിക്കിഷ്ടമുള്ള കാര്യം താൻ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കാര്യം ഇവർ ആക്ടിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഡബ് സ്മാഷിൻ്റെയും ഒക്കെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നത് ഇവരുടെ ഡാൻസ് വീഡിയോസിനായിരുന്നു. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇവരുടെ റീച്ചും കാര്യങ്ങളൊക്കെ കൂടി അവസാനം ഇത് ഇവരുടെ റിലേറ്റീവ്സും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും അറിയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസം ഈ ഒരു വീഡിയോയും അതേപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ കാണുകയാണ്. അത് ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.
ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാൻസ് വീഡിയോസിലും മറ്റുമൊക്കെ നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഇത്തിരി റിവീലിംഗ് ആയിട്ടുള്ള നല്ല സെക്സി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടായിരുന്നു ഇവർ അത്തരത്തിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഹസ്ബൻഡിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. നീ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിർത്തണം എന്നുള്ള രീതിയിലായിരുന്നു ഹസ്ബൻഡ് അവരുടെ അടുത്ത് പറഞ്ഞത്. കൂടുതലായിട്ട് ഈ ഒരു പ്രവീണിന് ദേഷ്യം പിടിക്കാണ്ടായ ഒരു കാരണം തൻ്റെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോസ് കാണുന്നതും അവർ പല രീതിയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നാൽ റവീണ വേറൊരു രീതിയിലാണ് ചിന്തിച്ചത്. അതായത് താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇതേപോലെ തന്നെ ഒരു ഓഡിയൻസിനെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം തനിക്കൊരു ഏണിങ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി, നാലാൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി ആ ഒരു സമയത്ത് തൻ്റെ ഹസ്ബൻഡ് ഇതൊക്കെ നിർത്താനായിട്ടാണ് പറയുന്നത്. തൻ്റെ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ ഒരു സമയത്ത് തന്നെ നിർത്താൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇനിയും തനിക്ക് ഒരുപാടധികം ഹൈറ്റ്സിലോട്ട് എത്താനുണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇതിനോടൊപ്പം തന്നെ നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചില യൂട്യൂബ് ചാനൽസിൽ നിന്നും മറ്റുമൊക്കെ പല ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമിലും മറ്റുമൊക്കെ അഭിനയിക്കുന്നതിനും അതേപോലെ തന്നെ ചില റീലുകളിൽ അഭിനയിക്കുന്നതിനും മറ്റൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഇപ്പോൾ അവർക്ക് എന്താ പറയുക, ആ ഒരു ലൈഫിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ഇന്നിപ്പോൾ ചെറിയ ഷോർട്ട് ഫിലിംസ്, നാളെ ഇപ്പോൾ വലിയ സിനിമ കിട്ടിയില്ല, അതേപോലെ തന്നെ വലിയ പരസ്യങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ ആര് കണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പണം സമ്പാദിച്ച് സ്വന്തമായിട്ട് നല്ല വലിയൊരു വീട്, ഒരു കാറ്, പിന്നെ കടങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ജീവിതം, പിന്നെ അത്യാവശ്യം ബാങ്ക് ബാലൻസ്, ഇതൊക്കെയായിരുന്നു ഇവരുടെ സ്വപ്നം. എന്നാൽ ഈ ഒരു സ്വപ്നത്തിനൊക്കെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ഇവരുടെ ഹസ്ബൻഡ് ആയിരുന്നു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോവുമായിരുന്നു. അന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 25, 2025. അന്ന് വൈകുന്നേരം പ്രവീൺ തൻ്റെ വീട്ടിലോട്ട് വരികയാണ്. തൻ്റെ ഭാര്യയുടെയും അതേപോലെ തന്നെ കുട്ടിയുടെ ഒക്കെ കൂടെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഇവർ ഉറങ്ങാനായിട്ട് കിടന്നു. അങ്ങനെ ഉറങ്ങി കുറച്ചധികം നേരം കഴിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം വെളുപ്പിന് ഒരു 3 മണി ടൈം. ഈ റവീണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ സൈഡിൽ തൻ്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് എവിടെ പോയി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു വീട്ടിൽ മുഴുവൻ നോക്കുകയാണ്. വീടിൻ്റെ അകത്ത് ആളുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഡോറ് തുറന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ ടെറസിൽ ആൾ നിൽക്കുന്നുണ്ട്. ആൾ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ അടുത്ത് ചെന്ന് നിന്ന് ഇവർ സംസാരിച്ചു. എന്താണ് പ്രശ്നം, എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ എന്താ പറയുക, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ വളരെ ലൈറ്റായിട്ട് ആ ഒരു സമയത്ത് സംസാരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു പ്രവീൺ ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി കിടന്നുറങ്ങിക്കോളാൻ പറയുകയാണ്. അതിനുശേഷം ഈ ഒരു റവീണ റാവു തിരിച്ചു വന്ന് ഇങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നീട് അവർക്ക് ഒരു ഉണർച്ച വരുന്നത് രാവിലെ 7 മണി ടൈമിലാണ്. ആ ഒരു സമയമായപ്പോഴും ഹസ്ബൻഡിനെ കാണാനില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇതേപോലെ തന്നെ രാവിലെ 5 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്നതാണ് ആൾ വർക്കിന്. ആളൊരു ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ അത്തരത്തിൽ വർക്കിന് പോയതായിരിക്കും എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു സ്ത്രീ വിചാരിച്ചത്. സോ മേ ബി ഇന്ന് വൈകുന്നേരം വരെയായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരും, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വിളിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ അന്നത്തെ ദിവസം തുടങ്ങിയത്. ആസ് യൂഷ്വൽ അവരുടെ കുട്ടിയെ നേരെ കൊണ്ടുങ്ങേറ്റ് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യായിരുന്നു. അതിനുശേഷം അവർ സ്റ്റുഡിയോയിലൊക്കെ പോയി എന്നിട്ട് അവരുടെ എന്താ പറയുക റീലുകളും കാര്യങ്ങളും അതും ഇതൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇവർ നേരെ തിരിച്ച് വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. അങ്ങനെ ഈവനിങ് ടൈമായി ഇവരുടെ മകനെ സ്കൂളിൽ നിന്നൊക്കെ പിക്ക് ചെയ്തു. എന്നാൽ അതിനുശേഷവും ഈ ഒരു പ്രവീണിൻ്റെ യാതൊരു വിവരവും ഇല്ല. അങ്ങനെ പ്രവീണിൻ്റെ അച്ഛന് ചെറിയൊരു പന്തികേട് തോന്നുകയാണ്. സാധാരണഗതിയിൽ മകൻ വർക്കിന് പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെളുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും, അതായത് ഇയാൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിലും ആൾ വിളിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പ്രവീൺ വിളിച്ചിട്ടില്ല. താൻ അങ്ങോട്ട് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫോൺ കിട്ടുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആൾ ചെറിയ രീതിയിൽ പാനിക് ആവുകയാണ്. അങ്ങനെ തൻ്റെ മകൻ പ്രവീൺ എവിടെയെന്ന് തൻ്റെ മരുമകളായിട്ടുള്ള റവീണ റാവുവിൻ്റെ അടുത്ത് ഇയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ റവീണ ആളുടെ അടുത്ത് പറയുകയായിരുന്നു. അതായത് വെളുപ്പിന് 3 മണിക്ക് താൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹസ്ബൻഡ് ടെറസിൽ നിന്ന് സ്മോക്ക് ചെയ്യായിരുന്നെന്നും, അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വന്ന് കിടന്നു. അതിൻ്റെ ഇടയിൽ ആൾ വർക്കിന് പോയിട്ടുണ്ടാവും, എന്തായാലും വരും എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ തൻ്റെ അമ്മായിച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 8 മണിയായി. എന്നിട്ടും പ്രവീണെ കാണുന്നില്ല. പ്രവീണെ കാണാത്തതല്ല മെയിനായിട്ടുള്ള ഇഷ്യൂ. ആളുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. ആളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ ഇതിലൊക്കത്തിലും ആ ഒരു അച്ഛനിത്തിരിയും കൂടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് യാതൊരു വിവരമില്ലാണ്ടും ആളുടെ വൈഫിന് വലിയൊരു എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇയാൾ കാണുന്നുണ്ടായിരുന്നില്ല. അതായത് ആളുടെ വൈഫ് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ടൈം പോയി, രാത്രി ഒരു 9 മണിയൊക്കെ ആയി. എന്നിട്ടും ഈ ഒരു പ്രവീണെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ കാര്യങ്ങളുടെ ഗതി മാറി തുടങ്ങുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ അവരടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി പോയി. അപ്പോൾ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, ആളൊരു ഡ്രൈവറല്ലേ,
ആൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് പോയതായിരിക്കും, ചിലപ്പോൾ ആളുടെ ഫോൺ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയതായിരിക്കും. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരമോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ രാവിലെയോ മകനെക്കുറിച്ച് ഇങ്ങോട്ട് എന്താ പറയുക ഒരു അഡ്രസ്സും കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോവാ, അപ്പോൾ നമുക്ക് കേസ് എടുത്ത് അന്വേഷിക്കാം, എന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ 27-ാം തീയതി ഉച്ചയായിട്ടും ഈ ഒരു പ്രവീൺ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ വീട്ടുകാർ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോവാണ്. എന്നിട്ട് അവർ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, ഇതുവരെ ഞങ്ങളുടെ മകൻ വീട്ടിലോട്ട് എത്തിയിട്ടില്ല, അതേപോലെ തന്നെ അവൻ എങ്ങോട്ട് പോയി എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല, ദയവ് ചെയ്ത് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാണ് പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസുകാരുടെ രീതിയിൽ ഒരു സൈഡിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു രീതിയിലും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അതേപോലെ തന്നെ എന്താ പറയുക ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത്, ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇയാൾ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്നൊരു സത്യമാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. 25-ാം തീയതികളുടെ ദിവസം ഇയാൾ ജോലിക്കായിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ട് അവരും ഫോണിൽ ട്രൈ ചെയ്തിട്ട് ആളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ആള് ഡ്രൈവർ ജോലിക്ക് പോയിട്ടല്ല മിസ്സായിട്ടുണ്ടായത്. നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരും നാട്ടുകാരും വീട്ടുകാരും എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഈ ഒരു പ്രവീണെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവീൺ എങ്ങോട്ടാണ് പോയത്? അതായത് വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആള്. കാര്യം ഭാര്യയുമായിട്ട് ചെറിയ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ആളുടെ വീട്ടിലെ ആളും ആളുടെ കുട്ടിയും ആളുടെ ഭാര്യയും അച്ഛനൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയായിരുന്നു ആളുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ വർക്കിനാണ് പോയതെന്ന് പറഞ്ഞിട്ട് അന്ന് യഥാർത്ഥത്തിൽ ആൾ എങ്ങോട്ടാണ് പോയത്? ആൾക്ക് എന്താണ് സംഭവിച്ചത്? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലൂടെ പ്രവീൺ അന്വേഷിക്കുന്നുണ്ട്, പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിലും ഇയാളെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് 28-ാം തീയതി പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വരുന്നത്. ആ ഒരു കോളിൽ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു കനാലുണ്ട്. ആ ഒരു കനാലിൽ ഒരാളുടെ ബോഡി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു ഒരാൾ വിളിച്ച് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ ആ ഒരു സ്ഥലത്തെത്തുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ തലയിൽ വലിയൊരു പരിക്കുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 30 ആളുടെ പ്രായം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മദ്യപിച്ചിട്ട് ആ ഒരു കനാലിൻ്റെ അടുത്തൂടെ നടക്കുന്ന സമയത്ത് കനാലിലോട്ട് വീണതായിരിക്കാം, എന്നിട്ട് തലയടിച്ച് വീണ് മരിച്ചതായിരിക്കാം എന്നുള്ളൊരു അസംഷനിലോട്ടാണ് പോലീസുകാർ ആദ്യം എത്തിയത്. പിന്നെ ഇയാളുടെ കയ്യിൽ ഒരു ടാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇയാളുടെ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പത്രത്തിൽ കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ന്യൂസ് സുഭാഷ് എന്ന് പറയുന്ന ഒരാൾ കാണുന്നത്. അപ്പോൾ കയ്യിലത്തെ ആ ഒരു ടാറ്റും ഇതേപോലെ തന്നെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ആള് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ച് പോവുകയാണ്. ഉടനെ തന്നെ ഒരു ന്യൂസ് പേപ്പറും കൊണ്ട് സുഭാഷ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ആൾ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ മകനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അവൻ്റെ കയ്യിൽ ഇതേപോലെ തന്നെ ഒരു ടാറ്റു ഉണ്ടായിരുന്നു, എനിക്ക് ആ ഒരു ബോഡി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ആളെ നേരെ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ബോഡി കാണിക്കുകയാണ്. ആ ഒരു ബോഡി കണ്ട് ആള് പൊട്ടിക്കരയുകയായിരുന്നു. യെസ്, അത് ആളുടെ മകനായിട്ടുള്ള പ്രവീൺ യാദവ് തന്നെയായിരുന്നു. ജസ്റ്റ് ടാറ്റു മാത്രമല്ല, അവസാനമായിട്ട് ആൾ ധരിച്ചിരുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു ആ ഒരു ബോഡിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 100% അത് പ്രവീണാണെന്നുള്ളത് കൺഫേം ചെയ്യുകയായിരുന്നു. ഉടനെ തന്നെ ആളുടെ സഹോദരങ്ങളെയും ആളുടെ ഭാര്യയും മറ്റൊക്കെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ എല്ലാവരും നേരെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുകയും ചെയ്തു. ആകെപ്പാടെ എല്ലാവരും വല്ലാത്ത രീതിയിലുള്ളൊരു വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരും പ്രവീണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആരുടെ അടുത്തും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത വളരെ സാധാരണഗതിയിൽ ജീവിച്ചു പോന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയാൾ. പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ടൊരു മേർഡറാണോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക വീണിട്ട് മരിച്ചാണോ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് പറയാനായിട്ട് ആ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം കഴുത്തിൽ ചെറിയൊരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അത് ആ ഒരു വീണതിൽ പറ്റിയതാണോ, പിന്നെ തല അടിച്ചത് വീണപ്പോൾ അടിച്ചാണോ, ഇല്ലെങ്കിൽ ആരെങ്കിലും തലക്കടിച്ചിട്ട് അവിടെ കൊണ്ട് നിട്ടതാണോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ആ ഒരു ടൈമിൽ ആ ഒരു ഓട്ടോപ്സിയിൽ അവർക്ക് പറയാനായിട്ട് പറ്റിയില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നു. സോ മദ്യപിച്ചിട്ട് തന്നെ ആൾ വീണതാണോ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടായിരുന്നു. സോ പോലീസുകാർ ഈ ഒരു കേസ് അങ്ങനെ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു റവീണ റാവിൻ്റെ അച്ഛൻ, അതായത് ഈ ഒരു പ്രവീണിൻ്റെ അമ്മായച്ഛൻ രംഗത്ത് വരുന്നത്. ആൾ പറഞ്ഞു, എൻ്റെ മരുമകൻ എനിക്ക് നന്നായിട്ട് അറിയാം, ഈ പയ്യൻ കുടിക്കുമെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കുടിക്കുന്ന ഒരാളല്ല.
അതായത് ഇടയ്ക്ക് രണ്ടെണ്ണം അടിക്കാറുണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് ബോധം പോകുന്നത് പോലെ കുടിച്ച് വഴിയിലൊന്നും വീഴുന്ന ഒരാളെ അല്ല. അങ്ങനെയുള്ളൊരു രീതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഒരു പയ്യനെ കണ്ടിട്ടില്ല. പല പല ഫംഗ്ഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഓവറായിട്ട് കുടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആൾ പറയുകയാണ്. ഇത് തന്നെയാണ് പ്രവീണിൻ്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ സഹോദരങ്ങളും എല്ലാവരും പറഞ്ഞത്. ഇയാൾ കുടിക്കാറുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നാൽ ഭയങ്കരമായിട്ട് കുടിക്കുന്ന ഒരാളല്ല. സോ ഈ ഒരു മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നും ഈ ഒരു മരണം അന്വേഷിക്കണമെന്നും പ്രവീണിൻ്റെ ഫാമിലി പോലീസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പോലീസുകാർ നോക്കുമ്പോഴും ഇവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ട്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു പ്രവീണിൻ്റെ വീട്ടുകാർ പറഞ്ഞത് ഇയാളുടെ വൈഫായിട്ടുള്ള റവീണയുടെ മേൽ ചെറിയ സംശയം ഉണ്ടെന്നുള്ളൊരു രീതിയിലായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയിലത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് തുടങ്ങി. കാര്യം ഇവരുടെ വീട്ടിൽ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും ആ സ്ട്രീറ്റിൽ ഒരുപാടധികം CCTVസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റവീണ പറഞ്ഞതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവീൺ മാർച്ച് 25-ാം തീയതി വീട്ടിലോട്ട് എത്തിയത് ഈവനിങ് ടൈമാണ്. എന്നാൽ ആ സമയത്തുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിച്ചപ്പോൾ പ്രവീണെ ആ ഒരു വിഷ്വലൊന്നും അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവർ കുറച്ചുകൂടെ മുന്നോട്ടുള്ള ടൈമും കാര്യങ്ങളും നോക്കുകയാണ്. അതായത് അന്നത്തെ ദിവസം ഒരു രാവിലെ തുടങ്ങിയുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ആൾ ഏകദേശം ഒരു 2 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലോട്ട് വരുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷം ആൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പിന്നെ എങ്ങനെ ആൾ ഈവനിങ് ടൈമിൽ തിരിച്ചു വരണം എന്നുള്ളതായി പോലീസിൻ്റെ ഒരു സംശയം. പിന്നെ പോലീസുകാർ പിന്നെയും ഫോർവേഡ് ചെയ്ത് നോക്കുമ്പോൾ അതിനുശേഷം ആൾ വീട്ടിൽ നിന്ന് പുറത്തേ പോയിട്ടില്ല. അപ്പോൾ റവീണ പറഞ്ഞതിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ 25-ാം തീയതിയിലത്തെയും 26-ാം തീയതിയിലത്തെയും ഫുൾ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അങ്ങനെ 25-ാം തീയതി രാത്രി ഒരു 11 മണി ടൈമിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബൈക്ക് അവരുടെ വീടിൻ്റെ അവിടെ കിടന്ന് കറങ്ങുന്നതിൻ്റെ വിഷ്വൽസ് പോലീസിന് കിട്ടുകയാണ്. ആള് ഒരു 2-3 റൗണ്ട് ഇതിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അതിനുശേഷം പോലീസുകാർ ഇങ്ങനെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വെളുപ്പിന് ഒരു 1 മണി ടൈമൊക്കെ ആയപ്പോൾ ആ ഒരു ബൈക്ക് പിന്നെയും ആ ഒരു ലൊക്കേഷനിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് അയാൾ, എന്തിനാണ് അവിടെ കിടന്ന് കറങ്ങുന്നത്, ആളും ഇതേപോലെ തന്നെ പ്രവീണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ആളും റവീണയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ചിന്തകൾ പോലീസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെയും അവരിങ്ങനെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് 3 മണി ടൈമൊക്കെ ആയപ്പോൾ വീണ്ടും അയാൾ ആ ഒരു ഏരിയയിലോട്ട് വരുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നത്. എന്നാൽ അതിനുശേഷം ആൾ തിരിച്ചു പോയത് ഒറ്റക്കായിരുന്നില്ല. ആളുടെ ബൈക്കിൽ വേറെ 2 ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. യെസ്, ഒരു ട്രിപ്പിൾ വെച്ചിട്ട് ഒരു ബൈക്ക് പോകുന്നതിൻ്റെ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം പോലീസിന് അവിടെ നിന്ന് ലഭിച്ചത്. അപ്പോൾ ആ ഒരു വിഷ്വലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നടുക്ക വേറെ ഒരാളിരിക്കുന്നുണ്ട്, ബാക്കിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഷോളും കാര്യങ്ങളൊക്കെ ഇട്ടെങ്കിൽ മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. ഈ നടുക്കിൽ ഇരിക്കുന്ന ആളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ അൺകോൺഷ്യസ് ആണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് ബോധമില്ല, എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഫുട്ടേജും കാര്യങ്ങളും എടുത്തെങ്കിൽ ഈ പ്രവീണിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കുകയാണ്. ആ ഒരു ഫുട്ടേജ് കണ്ട ഫാമിലി മെമ്പേഴ്സ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. സാർ, ഇത് റവീണ തന്നെയാണ് എന്നുള്ളൊരു കാര്യം അവർ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ പോലീസിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഉറപ്പായി. അങ്ങനെ ഈ ഒരു റവീണയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവർ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ ആദ്യത്തെ കഥ വീണ്ടും പറയായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഹസ്ബൻഡിനെ കാണാനില്ല. അപ്പോൾ ടെറസിൽ പോയി നോക്കിയപ്പോൾ ആൾ സിഗരറ്റ് വലിക്കണ്ടായിരുന്നുള്ള കഥ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നീ പറയുന്നത് നുണയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നിട്ട് അപ്പോഴും ഇവർ ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒരു കണക്ഷൻ ഇല്ലാതെ പറയായിരുന്നു. അപ്പോൾ പോലീസുകാർ ഈ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, ഇനി നിൻ്റെ വായിന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് അന്ന് അവിടെ നടന്നത്, എന്തൊക്കെയാണ് നിൻ്റെ ജീവിതത്തിൽ നടന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറയുകയാണ്. അവസാനം പോലീസിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആ ഒരു സ്ത്രീ നടന്നതെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. പോലീസുകാർ ആദ്യം തന്നെ ഒരു റവീണയുടെ അടുത്ത് ചോദിച്ചത് ആ ഒരു ബൈക്ക് ഓടിച്ചിരുന്നത് ആരാണെന്നുള്ളതായിരുന്നു. അപ്പോൾ റവീണ പറഞ്ഞു, സുരേഷ് എന്നാണ് ആളുടെ പേര്. ആളൊരു യൂട്യൂബറാണ്, ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ, അതായത് താൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ തന്നെ ആളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്, അതിനുശേഷം സുഹൃത്തുക്കളായതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. ഇതൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ കണ്ടന്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയില്ലേ. അപ്പോൾ ഈ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വൈറലാവുകയാണ്. അതേപോലെ തന്നെ ഒരു ഇത്തിരി ഗ്ലാമറസ് ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡായിട്ട് അതിൻ്റെ പേരിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഇയാളുടെ എൻട്രി. അപ്പോൾ
ഇയാൾ ഇതേപോലെ തന്നെ ഒരു കൊളാബറേഷൻ വർക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങുന്നത്. ഓൾറെഡി റവീണയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അത്യാവശ്യം പോപ്പുലാരിറ്റിയും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സുരേഷ് കോൺടാക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതിൽ അഭിനയിക്കണം, അപ്പോൾ ഒരു ഹീറോയിനായിട്ട് നിങ്ങൾ ആവശ്യമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ വിളിക്കുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ ആകെ ഭയങ്കര ഹാപ്പിയായി. ഇതേപോലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ അവർ നേരെ ഈ ഒരു സുരേഷിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. സുരേഷിൻ്റെയും ടീമിനെയൊക്കെ കണ്ടു. അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഷോർട്ട് ഫിലിംസിലും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ച് തുടങ്ങി. അവർക്ക് ആ ഒരു ചാനലിലും അതേപോലെ തന്നെ പല ഇതേപോലെ തന്നെയുള്ള ആഡ്സിലൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവായിരുന്നു. എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഷൂട്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ഥിരം പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ ഇവർ ഹസ്ബൻഡിൻ്റെ കാര്യവും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കാതായി തുടങ്ങി. ഇത് ഇവരുടെ ഹസ്ബൻഡ് നോട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പേരിലും അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു റീലും ഫോട്ടോഷൂട്ട് അത് ഇതെന്നൊന്നും പറഞ്ഞ് നടക്കണ്ട, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റവീണ അതിനെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തിരി ഫേമസ് ആയിട്ട് വരികയാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കരിയറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം. ഇപ്പോൾ അതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഗ്രോത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാൾ തൻ്റെ ഹസ്ബൻഡാണ്. ഏറ്റവും കൂടുതൽ തൻ്റെ ഗ്രോത്ത് ആഗ്രഹിക്കേണ്ട ഒരാൾ ഈ എന്താ പറയുക തൻ്റെ പാർട്ട്ണറാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ആൾ തന്നെ അടിച്ച് താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത്. തൻ്റെ ഗ്രോത്ത് ആൾക്ക് ഇഷ്ടമല്ല, ആൾക്ക് ഭയങ്കര കുശുമ്പാണ്, താൻ പണം സമ്പാദിക്കുന്നതിൽ ആൾക്ക് ദേഷ്യമാണ്, കുശുമ്പാണെന്നുള്ള രീതിയിലായിരുന്നു റവീണ ചിന്തിച്ചത്. അപ്പോൾ തൻ്റെ ഒരു ശത്രുവിനെ പോലെ അവർ ഹസ്ബൻഡിനെ കാണാനായിട്ട് തുടങ്ങി. ഇവർ നോക്കുമ്പോൾ തൻ്റെ ഗ്രോത്തിനും തൻ്റെ അംബിഷനും പൂർണ്ണമായിട്ട് എതിര് നിൽക്കുന്ന തൻ്റെ ഹസ്ബൻഡ് ഒരു സൈഡിൽ, പിന്നെ ഇപ്പുറത്ത് ഇവരുടെ കൂട്ടുകാരനായിട്ടുള്ള സുരേഷിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നു, ആൾ ഇവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ഇവരെ കൊണ്ട് നടക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ആളുടെ അടുത്തൊരു സോഫ്റ്റ് കോർണർ തോന്നുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ വേറൊരു രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. ആദ്യം സുഹൃത്തുക്കളായിട്ട് തുടങ്ങി, പിന്നെ ഇവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളായിട്ട് ഷെയർ ചെയ്യാണ്. പിന്നീട് എന്താ പറയുക, ഇവർക്കിടയിൽ വേറൊരു രീതിയിലുള്ളൊരു ബന്ധവും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ സാധാരണഗതിയിൽ ഇവരുടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. രാവിലെ ഹസ്ബൻഡ് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ ജോബ് എന്ന് പറഞ്ഞു പോകും. തൻ്റെ ഫാദറിലോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാറ്ററിംഗ് വർക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സമയത്തേ വരുള്ളൂ. മകനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലും പോകും. പിന്നെ ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. ആ സമയത്തൊക്കെ ഈ പയ്യൻ അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ഇവരുടേതായിട്ടുള്ള ടൈമും കാര്യങ്ങളും ആ ഒരു വീട്ടിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ആ ഒരു മാർച്ച് 25-ാം തീയതി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സംഭവിച്ചത്. ഉച്ച ടൈം ആയപ്പോൾ, അതായത് ഒരു 2 മണി ടൈമൊക്കെ ആയപ്പോൾ പ്രവീൺ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. എന്നാൽ ഈ ഒരു റവീണ റാവു ഹസ്ബൻഡ് ആ ഒരു സമയത്ത് തിരിച്ചെത്തും എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആൾ ഇതേപോലെ തന്നെ വീടിൻ്റെ അവിടെ എത്തിങ്ങായിട്ട് ഡോറ് നോക്കിയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും പെട്ടു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം റവീണ വന്ന് ഡോറ് തുറക്കുകയാണ്. എന്താണെങ്കിലും വരണത് വരട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ. അപ്പോൾ തൻ്റെ ഭാര്യയെയും വേറൊരു പുരുഷനെയും കണ്ട ഇയാൾ ആകെപ്പാടെ ഷോക്കായി പോവാണ്. ഇയാൾ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഇയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. റവീണ തൻ്റെ ഷോൾ എടുത്തിട്ട് ഇയാളുടെ കഴുത്തിലിടുകയാണ്. ആ ഒരു ടൈമിൽ അവിടെ കിട്ടിയ എന്തോ ഒരു സാധനം വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സുരേഷ് ആളുടെ തലക്കടിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ആളുടെ ബോധം പോയി. അപ്പോൾ ആൾ ഏകദേശം മരിച്ചു എന്നുള്ളൊരു കാര്യം ഇവർക്ക് ഉറപ്പാവുകയും ചെയ്തു. ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ ഇവരാകപ്പാടെ ഷോക്കാവാണ്. ആ ഒരു സ്പോട്ടിൽ തന്നെ പ്രവീൺ മരണപ്പെടുകയും ചെയ്തു. ഇതിപ്പോൾ പട്ടാപ്പകലാണ്. ഈ ടൈമിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതായി അടുത്ത ഇവരുടെ ചിന്ത. റവീണ പറഞ്ഞു, നമുക്ക് എന്തായാലും ഈ ഒരു ബോഡി ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കാം. എന്താണെന്നുണ്ടെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ തൻ്റെ മകൻ വരും, പിന്നെ തൻ്റെ ഫാദറിൻലോ വരും. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ബോഡി ഒളിപ്പിച്ചിട്ട് നീ എന്തായാലും പൊക്കോ, പിന്നെ ഞാൻ വിളിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ആളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു. പിന്നീട് എന്തെങ്കിലും സീനോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 11 മണി ടൈമൊക്കെ ആയപ്പോൾ ആൾ ആദ്യത്തെ ഒരു റൗണ്ട് ബൈക്കിന് വന്നത്. അതിനുശേഷം പിന്നെ 1 മണി ആ ഒരു ടൈമിൽ പിന്നെയും വന്നു, അതിനുശേഷം വന്നു. അങ്ങനെ കറക്റ്റ് ഒരു ടൈം നോക്കിയിട്ടാണ് ആളുടെ വീട്ടിലോട്ട് കയറുന്നതും. അതേപോലെ തന്നെ ഈ ഒരു ബോഡി എടുത്തിങ്ങായിട്ട് റവീണയും അതേപോലെ തന്നെ സുരേഷും കൂടെ നേരെ കൊണ്ടുപോയി ഇങ്ങോട്ട് ആ ഒരു കനാലിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതും. പിന്നെ ബോഡി പൊങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ കാലിലൊക്കെ കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബോഡി എന്താ പറയുക ഫ്ലോട്ട് ചെയ്യുമല്ലോ.
വെള്ളത്തിൽ കിടക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബോഡി ഫ്ലോട്ട് ചെയ്തു ഈ കെട്ടും കാര്യങ്ങളും കഴിഞ്ഞു പോയി. അങ്ങനെയാണ് ആ ഒരു ബോഡി പൊന്തി വന്നതും അതേപോലെ തന്നെ നാട്ടുകാർ കണ്ടതും പിന്നെ പോലീസിൽ അറിയിച്ചതും പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായതും. അപ്പോൾ ഈ വിവരങ്ങൾ അറിഞ്ഞ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഷോക്കായി പോവുകയാണ്. റവീണ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ എന്താ പറയുക 6 വയസ്സുള്ള ഒരു പയ്യനും പിന്നെ മുത്തശ്ശനും മാത്രം ഇപ്പോൾ അവർ വീട്ടിലൊറ്റക്കായി. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒബ്സഷനും അതേപോലെ തന്നെ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പുമാണ് അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയത്. എന്തൊക്കെയാണെങ്കിലും ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്, കേസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങോട്ട് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.